ഇത് നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ, എക്സാം ഒക്കെ അടുത്ത് പക്ഷേ ഒരു മോട്ടിവേഷൻ ഇല്ല, പഠിക്കാനൊരു മൂഡില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പഠിക്കാൻ മൂഡില്ലാത്തതിനൊരു കാരണം? ഒന്നാമത് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും അല്ലേ. നമ്മളിങ്ങനെ ചിന്തിക്കും, അവരെന്താ ചെയ്യുന്നത്, അവർ പഠിച്ചു തുടങ്ങി, അവരിവിടെ പോയി, അവരവിടെ പോയി. നമ്മളിങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മളെ തന്നെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ നമുക്ക് പഠിക്കാൻ തോന്നാത്തത്. നമ്മൾ ബാക്കിയുള്ള എല്ലാവരെയും കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ, ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ നീറ്റ് ബാച്ചിൻ്റെ ലൈവിൻ്റെ ഇടയിൽ ഇപ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ ഈ ഇത്രയും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് നല്ലതാണ്, അറിഞ്ഞിരിക്കാം. പക്ഷെ അതോടുകൂടി അത് വിട്ടിരിക്കണം. അവർ ഇത്ര പഠിച്ചു കഴിഞ്ഞു, അവർക്കൊന്നും പെൻഡിങ് ഇല്ല, എനിക്കെല്ലാം പെൻഡിങ് ആണ്, ഞാനൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്? നമ്മളിങ്ങനെ ചിന്തിച്ചതുകൊണ്ട് നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഒക്കെ പോട്ടെ, നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് കിട്ടുമോ? നമ്മളുടെ പഠിത്തം കുറച്ചുകൂടി ഫാസ്റ്റ് ആവുമോ? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മളപ്പം വെറുതെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നമ്മളെയാണ് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കാര്യം എന്താ? സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെന്താ, നമുക്ക് ആർക്കെങ്കിലും കമ്പയർ ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുക. ഇന്നലത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നോ, ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇന്നലത്തതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടോ? ബെറ്റർ ആയിട്ടില്ലെങ്കിൽ നമ്മളതാക്കണം അല്ലേ. അപ്പം അവിടെ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളെ വെച്ച് തന്നെ കമ്പയർ ചെയ്യും. ഇന്നത്തെ നിങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇന്നലെ മോശമായിരുന്നു എന്നല്ല, ഇന്നലത്തതിനേക്കാളും നമ്മൾ ബെറ്റർ ആണെന്നെങ്കിൽ അത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അതല്ല, നമ്മൾ ബെറ്റർ ആയിട്ടില്ല, കുറച്ച് നമ്മൾ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, നമ്മളത് മാറ്റും അല്ലേ. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അല്ലാതെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. സോ ആദ്യം ആ പരിപാടി അങ്ങോട്ട് നിർത്താം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ മിസ് തീരൂല, എക്സാമിനോട് എൻ്റെ ടെൻഷനാണ്, ആകെ പ്രശ്നമാണ്. എന്താ കാര്യം? നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമ്മളുടെ മുന്നിൽ ഒരു എയിമുണ്ട് അല്ലേ. നമ്മൾക്ക് ആ ഒരു ജൂലൈ 17 നമ്മളുടെ എക്സാമാണ്. ആ ദിവസം നമ്മളുടെ മുന്നിലുണ്ട്. ഇത്ര ദിവസം കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. നമ്മളുടെ മുന്നിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് പഠിക്കാം, പതിയെ പഠിച്ചു തുടങ്ങാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ആയി നമ്മൾ അവിടെ എത്തും അല്ലേ. നമ്മൾ എന്തായാലും എത്തും. നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കേണ്ട സമയമാണ് നമ്മളിങ്ങനെ കളയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഡ്രീം ചെയ്യാറുണ്ടോ? നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയിട്ട് നിങ്ങൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ആറ് തന്നെ ഒരു നല്ല മെഡിക്കൽ കോളേജസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ ഡ്രീം ചെയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ ഡ്രീം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം. അല്ലാതെ മിസ് പറയുന്നതിന് ഉദ്ദേശം വെറുതെ ഞാനിവിടെ കയറി അങ്ങനെയല്ല. നമ്മൾ ഡ്രീം ചെയ്യണം, നമ്മളതിനെ ചിന്തിക്കണം. അതാണ് നമുക്കൊരു ഫയർ തരിക. നമുക്കത് പഠിക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ച് ഈ വർഷത്തെ പേപ്പർ ഏറ്റവും നല്ല ഈസിയസ്റ്റ് പേപ്പർ ആവുകയാണെങ്കിലോ, പഠിച്ചാലേ ഈസി ആവുള്ളൂ. അങ്ങനെ ഈസി ആവുകയാണെങ്കിലോ നമുക്ക് എന്താ ചെയ്യാം? ഏറ്റവും നല്ല റാങ്ക് തന്നെ കിട്ടും. നിങ്ങൾ പഠിച്ചില്ല, റിപ്പീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ പേപ്പർ ഈസി ആണെങ്കിലോ നമ്മൾ വിചാരിക്കും അയ്യോ അന്ന് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് സ്ട്രെസ്സ് കൂടും, പ്രഷർ കൂടും. അപ്പോൾ അതിനൊരു ചാൻസ് നമ്മൾ കൊടുക്കരുത്. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് എന്ത് ചെയ്യുക? ഇത്തവണ തന്നെ നമ്മൾ പഠിച്ചിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ടൈമും നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് സമയമൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യണം അല്ലേ. എല്ലാ സമയവും പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ തന്നെ വയ്യാണ്ടായിപ്പോൾ. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാ ടൈമും പഠിക്കരുത്. കുറച്ച് ടൈം നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കണം? റിലാക്സ് ചെയ്യാൻ മാറ്റി വെക്കണം. അപ്പോൾ റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് ഡിസ്ട്രാക്ഷനാണ്, നമുക്ക് റിലാക്സേഷൻ അല്ല, അത് ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ മിസ്സേ അത് സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആണ് അല്ലേ. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് എന്താണ് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നത് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ തന്നെ കുറേ പേര് നീറ്റ് അങ്ങനാക്കി ഇങ്ങനാക്കി നാട്ടുകാരിത് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും അതൊക്കെ നമ്മളുടെ ടെൻഷൻ കൂട്ടും. സോ അങ്ങനെ ചെയ്യാതെ നമുക്ക് റിലാക്സ് ചെയ്യാൻ നമ്മളുടെ മൈൻഡിൽ
ഏറ്റവും കൂടുതൽ നമുക്ക് താല്പര്യം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്താണ്, അത് ചെയ്യാം. കുറച്ച് നല്ല മ്യൂസിക് കേട്ടാൽ, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക് കേട്ടാൽ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ റിലാക്സ് ചെയ്യുക. ഒരു പവർ നാപ്പ് എടുക്കുക, ഒരു 20 മിനിറ്റ്സ് ഉറങ്ങിയാൽ നല്ല റിലാക്സ്ഡ് ആവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം പുറത്തേക്ക് ഒരു ഗ്രീനറി ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് റിലാക്സ് ആവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വീട്ടുകാരായിട്ട് ഫ്രണ്ട്സായിട്ട് സംസാരിച്ചാലാണ് ആവുന്നതിന് അങ്ങനെ ചെയ്യാം. സോ നമ്മളുടെ ബ്രെയിനിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം എന്തായാലും കൊടുക്കാം. ഓക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഉറപ്പിക്കുക. ഇരുന്ന് പഠിച്ച് ഫുള്ളിരുന്ന് പഠിച്ച് തലവേദനയായി ടെൻഷനായി അങ്ങനെ ചെയ്യരുത്. റിലാക്സ് ചെയ്യേണ്ട സമയത്ത് നമ്മളത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരിക്കലും നമ്മളുടെ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവില്ലേ, നമ്മളൊരു കാര്യം ഭയങ്കര പവർഫുള്ളായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ അത് നേടാൻ വേണ്ടി നിൽക്കും എന്നുള്ളത് നമ്മൾ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. സോ നമ്മൾ വിചാരിക്കണം, നമ്മളെന്താ പകരം വിചാരിക്കണേ, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഇത് കിട്ടൂല, മിസ് ചെയ്ത് ടഫാണ്, എന്നെക്കൊണ്ടാവില്ല. അപ്പോൾ ബ്രെയിൻ ഒരു സൈഡിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ബ്രെയിനിനോട് എന്താ പറഞ്ഞു കൊടുക്കണ്ടേ, കിട്ടുന്നില്ല, ആലോചിച്ചിട്ട് കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല, ടെൻഷനാണ്, മറന്നു പോകണം. അപ്പോൾ ബ്രെയിൻ തന്നെ കൺഫ്യൂസ്ഡ് ആവും. ഇത് എന്താ സംഭവം, ഇതിനിപ്പോൾ കിട്ടുമോ കിട്ടില്ലയോ, ബ്രെയിൻ തന്നെ കൺഫ്യൂഷനാവും. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫീഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. നമ്മളുടെ ബ്രെയിനിനെ പോസിറ്റീവ് തോട്ട്സ് വെച്ചിട്ട് ഫീഡ് ചെയ്യാണ്, നമ്മൾക്ക് കിട്ടുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ്, നമുക്ക് എന്തായാലും കിട്ടും. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാനും തുടങ്ങും. പകരം നമ്മളിങ്ങനെ ചിന്തിക്കും, കിട്ടാൻ ചാൻസ് കുറവാണ്, ഇത്രയും പഠിക്കാനുണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യണം, ചാൻസ് കുറവാണ്. അപ്പോൾ ബ്രെയിനും വിചാരിക്കും ശരിയായി കുട്ടിക്ക് കിട്ടില്ലായിരിക്കും. അങ്ങനെ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനും മാറി ചിന്തിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് ബ്രെയിനോട് പറയാം, നിനക്ക് കിട്ടും, നിനക്ക് പറ്റും, നീ എന്തായാലും ഈ തവണ നീറ്റ് ക്രാക്ക് ചെയ്യും, നിൻ്റെ ബെസ്റ്റ് നീ കൊടുക്കും അല്ലേ. അത് നമ്മളോടാണ് പറയേണ്ടത്, അല്ലാതെ നാട്ടുകാരെയല്ല നമ്മൾ ബോധിപ്പിക്കേണ്ടത്. നാട്ടുകാർക്ക് എന്താ, ഒരു ദിവസം ചോദിച്ചു 2 ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിർത്തും അല്ലേ. നമ്മൾ അവരെ വായ അടപ്പിക്കാൻ നോക്കണ്ട. നമ്മളോട് പറയാം, നിനക്ക് കിട്ടും, നിനക്ക് കിട്ടില്ല വേറെ ആർക്കാ കിട്ടാം, വേറെ ആർക്കും കിട്ടില്ല. സോ നീ ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ. സോ ആ കാര്യം നമ്മൾ ഉറപ്പിക്കുക, നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളിങ്ങനെ ഒരു കോട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മളുടെ ക്യാമറ നിങ്ങൾ തന്നെ നമ്മൾ പറയും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ആ പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ ഒരു ഫോട്ടോ എടുത്താൽ ഇത് ബ്ലർ ആയിട്ടുണ്ട്, ഇത് ശരിയായിട്ടില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ്, ഫോക്കസ്ഡ് ആവാത്തത് കൊണ്ടാണ്. സോ നിങ്ങളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലർഡ് ഇമേജ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ബെസ്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്, നിങ്ങളുടെ സ്റ്റഡീസിലാണ്. അല്ലാതെ കമ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാമറയുടെ ഫോക്കസ് മാറി കമ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ക്യാമറയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ, ഫോട്ടോസിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. നിങ്ങളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നീറ്റ് എക്സാം എഴുതാനും ക്രാക്ക് ചെയ്യാനും പറ്റും. അതിനുള്ള എല്ലാ അബിലിറ്റീസും ഉള്ള കുട്ടികളാണ്. സോ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.